പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ കർശന നടപടികളിലേക്ക് നീങ്ങിയതിനു പിന്നാലെ ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്ന് പാകിസ്ഥാൻ. ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യ വിമാന കമ്പനികൾക്ക് മുന്നിൽ വ്യോമമേഖല അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. കൂടാതെ വാഗ അതിർത്തി അടയ്ക്കാനും സിംല കരാർ മരവിപ്പിക്കാനും പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ തീരുമാനിച്ചു. ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും പാകിസ്ഥാൻ നിർത്തിവച്ചു. ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ സൈനിക ഉപദേഷ്ടാക്കൾ ഏപ്രിൽ 30-നകം രാജ്യം വിടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം ഇന്ത്യക്കാർക്കുള്ള വിസ താൽക്കാലികമായി നിർത്തിവെക്കാനും പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചു. സിഖ് തീർത്ഥാടകർക്ക് ഇളവ് നൽകി. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തെ ജലയുദ്ധമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ. ഉറിയിലും പുൽവാമയിലും ഭീകരാക്രമണം നടന്നപ്പോൾ പോലും ഇന്ത്യ നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നില്ല. ഇന്ത്യ പരോക്ഷമായ ഉപരോധമാണ് പാകിസ്ഥാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചിരുന്നു. മാത്രമല്ല വാഗ അതിർത്തി അടയ്ക്കുകയും ചെയ്തു. അതേസമയം BSF ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട്. പഞ്ചാബ് അതിർത്തിയിലാണ് സംഭവം. അതിർത്തി കടന്നുവെന്നാരോപിച്ചാണ് ജവാനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. 182 ബറ്റാലിയനിലെ കോൺസ്റ്റബിളായ PK സിംഗിനെയാണ് ഫിറോസ്പൂർ അതിർത്തിക്ക് സമീപത്ത് വച്ച് പിടികൂടിയത്. ജവാനെ വിട്ടുകിട്ടാനായി ഇരു സേനകളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ നടപടികൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന സമയം ജവാൻ യൂണിഫോമിലായിരുന്നു. സർവീസ് റൈഫിളും കയ്യിലുണ്ടായിരുന്നു. അതിർത്തി കടന്ന് നീങ്ങിയ കർഷകർക്കൊപ്പം പോവുകയായിരുന്നു അദ്ദേഹം. സീറോ ലൈൻ കഴിഞ്ഞ് 30 മീറ്റർ അകലെ വെച്ചാണ് ജവാനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പരിശോധന നടത്തുകയും തോക്കടക്കമുള്ളവ പിടിച്ചെടുക്കുകയും ചെയ്തു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികൾ പ്രഖ്യാപിച്ച് ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരും നാടുവിടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെത്താനായി പാക് പൗരന്മാർക്ക് നൽകിയിരുന്ന എല്ലാ തരത്തിലുമുള്ള വിസകളും റദ്ദാക്കിയിരിക്കുന്നു. ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനികൾക്ക് നൽകിയ മെഡിക്കൽ വിസകളും റദ്ദാക്കി. മെഡിക്കൽ വിസയിലെത്തിയവർ ഏപ്രിൽ 29-നകം രാജ്യം വിടണം. അല്ലാത്തവർക്ക് 27 വരെ മാത്രമാണ് രാജ്യത്ത് തുടരാനാകുക. മാത്രമല്ല വിസയ്ക്കുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കും. പാകിസ്ഥാനികൾക്ക് നൽകിയിട്ടുള്ള സാധുതയുള്ള എല്ലാ വിസകളും റദ്ദാക്കിയിട്ടുണ്ട്. വിസ റദ്ദാക്കുന്ന തീയതിക്കുള്ളിൽ എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ എത്രയും വേഗം തിരികെ എത്താനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്രയും ഒഴിവാക്കാനും നിർദ്ദേശം നൽകി. അതേസമയം പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ നൽകുമെന്നും ബീഹാറിൽ നടന്ന പരിപാടിയിൽ മോദി പറഞ്ഞു. ഭീകരവാദത്തെ ഇന്ത്യ ഒറ്റക്കെട്ടായി നേരിടും. അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുവെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർ ചിന്തിക്കാത്ത തരത്തിൽ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഭീകരരെ കണ്ടെത്തും. ആക്രമണത്തെ ഭീരുത്വമെന്നും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെന്നും വിശേഷിപ്പിച്ച മോദി മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന മുഴുവൻ രാജ്യവും പങ്കിടുന്നുവെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.